ഇതില് ഒരു കോമൺ ആയിട്ടുള്ള മിത്തുള്ളത്, എനിക്കും അതുണ്ടായിരുന്നു പണ്ട്. നമുക്ക് ഈ സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏതാളെ കണ്ടാലും കണ്ടിട്ട് തന്നെ നമുക്ക് ജഡ്ജ് ചെയ്യാം, അസസ് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, ജഡ്ജ് ചെയ്യാൻ പറ്റും അയാൾ എന്താ തിങ്ക് ചെയ്യണത്. അപ്പോ അത് വലിയൊരു മിത്താണ്. അങ്ങനെ അല്ല. ഇത് അങ്ങനത്തെ സൂപ്പർ പവേഴ്സ് തരണ ഒരു സബ്ജക്ട് അല്ല. ഒരാളെ ജസ്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ജസ്റ്റ് വൺ ഓഫ് ദ വേരിയസ് മെത്തേഡ്സ് ആണ്. ഒരാളെ കണ്ടിട്ട് ഒബ്സർവ് ചെയ്തിട്ട് കുറച്ച് ഇൻഫർമേഷൻ നമ്മൾക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിന്റെ ബിയോണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സംസാരിച്ചിട്ട് അവരോട്, അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് ഹിസ്റ്ററി നോക്കണം, പണ്ട് എന്തൊക്കെ ഉണ്ടായിട്ട്. ഒബ്സർവേഷൻ ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ പോരാ, പല പ്രാവശ്യം ചെയ്യണം. എന്നിട്ട് അതൊക്കെ ഒന്നിച്ച് കൂട്ടിയിട്ടാണ് നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുക. ചിലപ്പോൾ അത് കൺക്ലൂഷനിൽ പോലും എത്താൻ പറ്റില്ല. പിന്നെ കുറച്ചും കൂടി ഇതിന്റെ പ്രൊഫഷണൽ ആസ്പെക്ടിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോ സൈക്കോളജിസ്റ്റ്, ഓക്കെ, വലിയൊരു മിത്തുണ്ട്, സൈക്കോളജിസ്റ്റിനും മരുന്നുകൾ കൊടുക്കാം, ഓക്കെ, അല്ലെങ്കിൽ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്സ് കൊടുക്കാം. കൗൺസിലേഴ്സിന് കുറെ പ്രാവശ്യം കോൾസ് വരാറുണ്ട്, ഞാൻ ഏത് മരുന്ന് കഴിക്കണം ഇതിനു വേണ്ടി, ഡോസ് കൂട്ടട്ടെ, അങ്ങനത്തെ വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ ഫീൽഡില് നിങ്ങൾ MD സൈക്കൈട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാം. പക്ഷെ MA അല്ലെങ്കിൽ BA സൈക്കോളജി, BSc സൈക്കോളജി, അതിന്റെ ലെവലില് നിങ്ങൾക്ക് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അതൊരു മെഡിക്കൽ ഫീൽഡിൽ വരുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ബന്ധപ്പെട്ടിട്ട് തന്നെ വേറൊരു ആസ്പെക്ട് ആണ് ഈ നമ്മുടെ പോപ്പുലർ മീഡിയ ഈ സബ്ജക്റ്റിനെ പറ്റിയിട്ട് കാണിക്കുന്ന ചില കാര്യങ്ങൾ. അതെന്താണ്? ഓക്കെ, ഒരാളെ നമ്മൾക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും ഒരു പെൻഡുലം യൂസ് ചെയ്തിട്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ അവരെല്ലാം പറയാൻ തുടങ്ങും അവരുടെ ജീവിതത്തിനെ കുറിച്ച്. അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് കൊടുക്കലാണ് മെയിൻ ട്രീറ്റ്മെന്റ്. അപ്പൊ അങ്ങനത്തെ കുറെ നോഷൻസ് പോപ്പുലർ മീഡിയ, മൂവീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. പക്ഷെ സത്യത്തിൽ അത് വളരെ ചെറിയൊരു ഭാഗമാണ് ഓവറോൾ ട്രീറ്റ്മെന്റിന്റെ. അത് കാണിക്കുന്ന രീതിയും ചിലപ്പോ വളരെ ക്രൂരമായിട്ടാ കാണിക്കും. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല, അത് വളരെ സ്ട്രക്ചേർഡ് ആണ്. അതിന് ചില എത്തിക്കൽ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം എന്നുണ്ട്. പ്ലസ് അത് കുറെ വേറെ തരം തെറപ്പീസിന്റെ കൂടെ കമ്പൈൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ കൗൺസിലിംഗ്, സൈക്കോതെറപ്പി, ഗ്രൂപ്പ് തെറപ്പി, ഫാമിലിന്റെ കൂടെ വർക്ക്. അപ്പൊ അത് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല ഷോക്ക് തെറപ്പിയോ ഹിപ്നോസിസിലോ. അപ്പൊ അത് വേറൊരു മിത്തായിരുന്നു.